അൻവറും CPM-ഉം തമ്മിലുള്ള പോര് ഓരോ ദിവസം കഴിയുന്തോറും മുറുകുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അന്ത്യശാസനം തള്ളി കഴിഞ്ഞ 26-ന് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ അച്ചടിച്ചു വന്നിരുന്നു. ഇത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. എന്നാൽ സംഭവം വിവാദമായതോടെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ അച്ചടിച്ചത് CPM പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അൻവർ പരസ്യ പ്രസ്താവനകളിൽ നിന്നും പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി അൻവർ പ്രഖ്യാപിച്ചെങ്കിലും 4-ാം ദിവസം അൻവർ അത് ലംഘിച്ചു. അതിനുശേഷം നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അൻവർ നേരിട്ട് ആദ്യമായി വിമർശിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന അൻവറിന്റെ ആവശ്യം ഉൾപ്പെടെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ അച്ചടിച്ചും വന്നു. അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും LDF കൺവീനർ TP രാമകൃഷ്ണന്റെയും പ്രതികരണത്തിനൊപ്പമാണ് അൻവർ പറഞ്ഞതും വന്നത്. കൂടാതെ 3 പേരുടെയും ചിത്രങ്ങൾ വാർത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ടെന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ ഇത് സംഭവിച്ചത് നേതൃത്വം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ദേശാഭിമാനിയുടെ ചുമതലയിൽ 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിക്കും സർക്കാരിനും എതിരായ നീക്കങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വേണോ എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയാണ് CPM-ലുള്ളത്. അതേസമയം ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആണ്. എന്നാൽ സ്വരാജ് ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പല വീഴ്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി എന്ന തരത്തിൽ മോഹൻലാൽ ലേഖനം എഴുതിയതായി ഒരു വ്യാജ ലേഖനം ദേശാഭിമാനി അടിച്ചിറക്കിയത്. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണ വാർത്തയ്ക്കൊപ്പമാണ് മോഹൻലാലിന്റേതെന്ന പേരിൽ വ്യാജ അനുസ്മരണക്കുറിപ്പ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. എന്നാൽ മോഹൻലാലിന്റെ ജീവിച്ചിരിക്കുന്ന അമ്മയെ കൊന്ന ദേശാഭിമാനി ഇതുവരെ ഇതിൽ പരസ്യമായി മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് വീണ്ടും പാർട്ടി പത്രത്തിന് അബദ്ധം പറ്റിയിരിക്കുന്നത്.